പാലക്കാട് നഗരത്തെ നടുക്കി അർദ്ധരാത്രിയിൽ ആ പോലീസ് നീക്കം. ഹോട്ടൽ മുറിയിലേക്ക് വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള വൻ സംഘം ഇരച്ചു കയറുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മൂന്നാമത്തെ പീഡനക്കേസിൽ അഴിക്കുള്ളിലായിരിക്കുകയാണ്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങിയതിനേക്കാൾ വലിയ ചർച്ചയാകുന്നത് ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വർ നടത്തിയ വിവാദ പ്രസംഗമാണ്. ജയിലിൽ കിടന്നത് പോരാഞ്ഞിട്ടാണോ രാഹുൽ ഈശ്വർ വീണ്ടും പുലിവാല് പിടിക്കുന്നത്? അതിജീവിതയെ വീണ്ടും അപമാനിച്ചോ? രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കപ്പെട്ടോ? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അർദ്ധരാത്രി 12 മണി പാലക്കാട്ടെ ഒരു സ്വകാര്യ ഹോട്ടലിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ നീക്കം. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേവലം പീഡനാരോപണം മാത്രമല്ല, ഗർഭഛിദ്രം, സാമ്പത്തിക ചൂഷണം എന്നിങ്ങനെ ഗുരുതരമായ വകുപ്പുകളാണ് ഇത്തവണ MLAക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ആദ്യ 2 കേസുകളിൽ കോടതിയിൽ നിന്നും വലിയ ആശ്വാസമൊന്നും ലഭിക്കാതെയാണ് മൂന്നാമതൊരു പരാതി കൂടി ഇടുത്തി പോലെ എത്തിയത്. എന്നാൽ ഈ അറസ്റ്റിന് തൊട്ടു പിന്നാലെ രംഗത്തെത്തിയ രാഹുൽ ഈശ്വറിന്റെ വാക്കുകളാണ് ഇപ്പോൾ പുതിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നത്. സ്ത്രീകളെ പുരുഷന്മാർക്കെതിരെയുള്ള ബോംബായി ഉപയോഗിക്കുന്നത് നിർത്തണമെന്നാണ് രാഹുൽ ഈശ്വർ ആക്രോശിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടുക്കിയത് വിജയമായി ആരും ആഘോഷിക്കരുതെന്നും ഇത് പോലീസിന്റെ നഗ്നമായ ദുരുപയോഗമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ആദ്യ 2 കേസുകളിൽ കോടതി സംശയം പ്രകടിപ്പിച്ചതാണെന്നും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട വ്യാജ പോക്സോ കേസ് വരെ രാഹുലിനെതിരെ വരാൻ സാധ്യതയുണ്ടെന്നുമാണ് ഈശ്വറിന്റെ പ്രവചനം. പോലീസിന്റെ വ്യാജ കഥകൾ മാധ്യമങ്ങൾ വിശ്വസിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെയാണ് കാര്യങ്ങൾ ട്വിസ്റ്റാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയ രാഹുൽ ഈശ്വർ സ്വന്തം ജാമ്യാവ്യവസ്ഥകൾ മറന്നുപോയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ഉയർന്നത്. നേരത്തെ ഇതേ കേസിനോടനുബന്ധിച്ച് അതിജീവിതയെ അധിക്ഷേപിച്ചതിന് രാഹുൽ ഈശ്വർ 16 ദിവസം ജയിലിൽ കിടന്നതാണ്. അന്ന് കോടതി ജാമ്യം നൽകിയത് വളരെ കർശനമായൊരു വ്യവസ്ഥയിലായിരുന്നു. അതിജീവിതയ്ക്കെതിരെ സൈബർ ഇടങ്ങളിലോ പൊതുവേദികളിലോ യാതൊരു പരാമർശവും നടത്തരുത്. എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങിയ രാഹുൽ വീണ്ടും പഴയ പല്ലവി തുടരുകയാണെന്ന് പോലീസ് ആരോപിക്കുന്നു. അതിജീവിതയെ അപമാനിക്കുന്ന രീതിയിൽ തുടർച്ചയായി സംസാരിച്ച രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സൈബർ പോലീസ് ഇപ്പോൾ തിരുവനന്തപുരം ACJM കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് പ്രോസിക്യൂഷൻ വാദം. മുൻപ് കോടതിയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പിൻവലിക്കാമെന്ന് ഏറ്റിരുന്നെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും അതിജീവിതയെ വെല്ലുവിളിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റമെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഒരു വശത്ത് പീഡന പരാതിയിൽ കുടുങ്ങിയ യുവ MLA, മറുവശത്ത് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ഇറങ്ങി സ്വന്തം ജാമ്യം അപകടത്തിലാക്കിയ രാഹുൽ ഈശ്വർ. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കോടതിയുടെ അടുത്ത നീക്കത്തിലേക്കാണ്. രാഹുൽ ഈശ്വർ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വരുമോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് പറയുന്ന ആ ശക്തമായ തെളിവ് എന്താണ്? നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇതിനുള്ള ഉത്തരങ്ങൾ.